ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നികേഷും സുധീഷും കൂടെ തീരുമാനിക്കുകയാണ്, നമുക്കൊന്ന് ബീച്ച് വരെ പോയി കറങ്ങിയാലോ എന്ന്. നിധിയും കൂടെ കൂട്ടാം. അപ്പോൾ നിധിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. നിധിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ, എല്ലാവരും കൂടെ വരികയാണെങ്കിൽ ഞാനും വരാമെന്ന് പറയാം. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. സുമേഷാണെങ്കിൽ ഓടിപ്പോയി വെള്ളം കുടിക്കാൻ വെള്ളമോ കഴിക്കാനുള്ള സാധനങ്ങളും ബെഡ്ഷീറ്റും ഒക്കെ എടുക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സുമേഷ് ഏട്ടാ ഈ ബെഡ്ഷീറ്റിൻ്റെയൊക്കെ ആവശ്യം? അവിടെ ബീച്ചിലൊക്കെ പോയി മണ്ണിലൊക്കെ ഇരിക്കണ്ടേ, നിധിക്ക് അതിനൊക്കെ പറ്റുമോ? നമുക്ക് ബെഡ്ഷീറ്റ് കൊണ്ടുപോകാം, അതിലിരിക്കാം. ഓ, എന്നാ പിന്നെ കൊള്ളാമല്ലോ, എല്ലാം കൂടെ തൂയിക്കൊണ്ട് പോകുന്നു, വേറെ ജോലിയില്ല, നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് സുമേഷ് പറയാട്ടോ. നിധി ഓടി വന്ന് ചോദിക്കണം, സുമേഷ് ഏട്ടാ നമുക്ക് അച്ഛനെ കൂടെ കൊണ്ടുപോയാലോ? അയ്യോ വേണ്ട. അതെന്താ വേണ്ടാത്തത്? അയ്യോ, ഇവിടെ ഇരിക്കുമ്പോഴേ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്, ഇനി അവിടെ കൊണ്ട് എന്തെങ്കിലും തലവേദന ഉണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ വിളിച്ചാൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലെന്നേ വിളിക്കാൻ സുമേഷ് ഏട്ടാ, അച്ഛൻ ഈ വീട്ടിലുള്ള അംഗമല്ലേ, നമുക്ക് കൂടെ കൊണ്ടുപോവാം. നമ്മളിങ്ങനെ അവഗണിക്കുമ്പോഴാണ് അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എല്ലാത്തിനും കൂടെ ചേർക്കുന്നതെന്ന് അറിയുമ്പോഴേ സ്വഭാവമൊക്കെ മാറി വരും. എന്നാൽ മോള് ചെന്ന് വിളിക്ക്. അങ്ങനെ നിധി വന്ന് ഭാസ്കറിനോട് കാര്യം പറയാം. അച്ഛാ, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ബീച്ചിലേക്ക് പോവാണ്, അച്ഛനും കൂടെ പോരുന്നുണ്ടോ? ഞാനോ? ഞാൻ വന്നാൽ ശരിയാവോ? അതെന്താ, അച്ഛൻ ഞങ്ങളെ കൂടെ വന്നൂടെ? അച്ഛനും കൂടെ വാ, ഈ വീട്ടിലെ ആളല്ലേ. എന്താ അച്ഛാ, പോരുന്നില്ലേ? അല്ല മോൾ, ആദ്യമായിട്ടൊരു കാര്യം വന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വരാതിരിക്കുന്നത്, ഞാനും കൂടെ വരാം എന്ന് ഭാസ്കരൻ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ പോകാൻ ഇറങ്ങുമ്പോൾ നികേഷും സുധീഷും കൂടെ പറയാം, ഈശ്വരാ എന്ത് വയ്യാവേലിയാണാവോ ഇന്നിപ്പോൾ തലക്കേറ്റി വയ്ക്കാൻ പോണേ, എനിക്കറിയില്ല. ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് പോവേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ചു പോയി വിളിച്ചാൽ വരത്തില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുമായിരിക്കുമെന്ന്. ചൊന്ന് വിളിച്ചുടനെ വരാൻ വേണ്ടി റെഡിയായിരിക്കുന്ന കണ്ടില്ലേ എന്നങ്ങനെ കുശുകുശുവാ കേട്ടോ. അവരെല്ലാവരും കൂടെ ബീച്ചിലെത്തി. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ എടുത്തു വെച്ചു. ബെഡ്ഷീറ്റൊക്കെ അവിടെ നിരത്തി വിരിച്ചിട്ട് അതിലിരുന്ന് സംസാരിക്കണം കേട്ടോ. അപ്പോൾ നിധിക്കൊരാഗ്രഹം കടലിലേക്കൊന്ന് ഇറങ്ങിയാലോ എന്ന്. സുമേഷ് നല്ല പേടിയുണ്ട്. സുമേഷ് പറയണ, വേണോ? വേണ്ട മോളെ, ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല. സുമേഷിட்ட ഒന്ന് കാല് നനച്ചാൽ മതി. ശരി, എന്നാൽ നീ ഇറങ്ങിക്കോ. എടാ സുധീഷേ, നികേഷേ കൂടെ ചെല്ല്, അവളെ ഒറ്റയ്ക്ക് വിടണ്ട. അങ്ങനെ അവർ മൂന്നുപേരും കൂടെയാണ് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഭാസ്കരൻ നിങ്ങളിവിടെ സംസാരിച്ച് മിണ്ടിയൊക്കെ ഇരിക്കും, ഞാൻ അങ്ങോട്ട് പോയിരിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോവാട്ടോ, സിഗരറ്റ് വലിക്കാൻ പോവാണ്. അപ്പോൾ നിധിയും വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നികേഷൊക്കെ ഇറങ്ങുമ്പോൾ സുധീഷ് പറഞ്ഞു, അയ്യോ പോവല്ലേ അങ്ങോട്ട്, അധികമൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ നിന്ന് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ നിധിയുടെ കയ്യിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്, നികേഷിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അവർ മൂന്ന് പേരും നല്ല സ്നേഹത്തോടെ ഉല്ലസിക്കാൻ കേട്ടോ. ഇതിനിടയ്ക്ക് സുമേഷ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും സുമേഷിനെ കൂടെ ഒന്ന് വിളിച്ചാലോ? സുമേഷേട്ടാ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നത്? വാ സുമേഷേട്ടാ ഇങ്ങോട്ട് ഇറങ്ങുക. വേണ്ട മോളെ, വേണ്ടാന്ന് പറയെങ്കിൽ ഇവർ നിർബന്ധിക്കുക കേട്ടോ. അങ്ങനെ സുമേഷും നികേഷും സുധീഷും നിധിയും എല്ലാവരും കൂടെ ചേർന്ന് ആ ബീച്ചിൽ കടലിൽ വെള്ളത്തിലിറങ്ങിയും കരയെ കയറുകയും ഒക്കെ ആയിട്ട് കളിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സുമേഷ് നികേഷിനോട് പറയാം, എടാ നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കാം, ഇവർ രണ്ടുപേരും ഒന്ന് അവിടെ നിന്ന് സംസാരിക്കും, മിണ്ടും പറയൊക്കെ നിൽക്കട്ടെ, നമുക്ക് മാറിക്കൊടുക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്, അങ്ങനെയെങ്കിൽ അവരൊന്ന് അടുക്കുമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇവരോട് പറയാണ്, അതേ നിധി ചേച്ചി, സുധീഷേട്ടാ നമ്മളെ ഒരു അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം, അവനെ നികേഷിന് ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് കഴിക്കണമെന്ന് പറയാം. അതെയോ, എന്നാൽ പിന്നെ എനിക്കിവിടെ വാങ്ങിച്ചോ. നിങ്ങളിവിടെ നിൽക്കും, ഞങ്ങൾ പോയി മേടിച്ചിട്ട് വരാം. അങ്ങനെ പോണ വഴിക്ക് നികേഷ് പറയാം, ജ്യൂസ് വേണ്ട സുമേഷേട്ടാ, എനിക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞൊരു പോവാട്ടോ. അപ്പോൾ ഭാസ്കരനെ കാണുകയാണ്. ഭാസ്കരൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുമേഷ് ഒന്ന് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കരുത്, പ്രശ്നമാവും, അച്ഛൻ അങ്ങോട്ട് മാറി എങ്ങാനും ഇരുന്ന് വലിക്കുന്നവർ. അത് കേട്ട് അയാൾ അങ്ങോട്ട് മാറി ചെന്ന് വലിക്കാട്ടോ. ഇതിനിടയ്ക്ക് സുധീഷിന് ഭയങ്കര സന്തോഷമായി, കിട്ടിയ അവസരമല്ലേ മുതലാക്കണ്ടേ. പിന്നെ ഏട്ടനോട് ഭയങ്കര സ്നേഹം തോന്നി, കണ്ടോ അവർ മനഃപൂർവ്വം ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ട് തന്നിട്ട് പോയതാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഓടി കളിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിധിയോട് പറയാം, നമുക്ക് ഇങ്ങനെ നടന്നാലോ? അങ്ങോട്ടൊക്കെ നടന്നാലേ അവരങ്ങാ നിൽക്കുന്നത്, നമ്മൾ പിന്നെ തിരിച്ച് നടക്കേണ്ടി വരും. അതിനിപ്പോൾ എന്താ, വാ. ഇതിനിടയ്ക്ക് നിധി 1-2 തവണ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോയിട്ട് വീഴാൻ പോയിട്ടോ. അപ്പോഴൊക്കെ സുധീഷ് ഓടിപ്പോയി പിടിക്കുകയൊക്കെ ചെയ്യാണ്. നല്ല രസമല്ലേ, നമുക്കവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചാലോ എന്ന് പറഞ്ഞ് നിധിയും കുട്ടി അവിടെ പോയി ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, അവർ തമ്മിലിങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ നിൽക്കട്ടോ, ഭാസ്കരൻ. അയാൾ വിചാരിക്കണേ ഇവർ മാത്രമേ ഉള്ളൂ, എന്നാൽ അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ അച്ഛനും കൂടെ അങ്ങോട്ട് ചെല്ലാം കേട്ടോ. സുധീഷിനാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല, ഇവർ നമ്മളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയിട്ട് ഇങ്ങേര് കയറി വരുന്നു. അച്ഛൻ വന്ന് അങ്ങോട്ട് സംസാരം തുടങ്ങി, മോളെ ഇതിനേക്കാളും വലിയ കടൽക്കര അങ്ങ് ഞാൻ പണ്ട് മുംബൈയിൽ നിൽക്കുമ്പോഴായിരുന്നു, അതാണ് ചെന്നൈയിലുള്ള മറീന ബീച്ചാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിനെക്കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷിന് ഭയങ്കര ദേഷ്യം, കാരണം നിധിയോട് ഇടപഴകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ദൂരെ നിന്നും കൊണ്ട് ഇത് സുമേഷും നികേഷും കാണാം. അപ്പോൾ അവർ വിചാരിക്കുകയാണ്, ദൈവമേ ഈ അച്ഛൻ ഇത് എന്ത് പണിയാണ് കാണിച്ചത്,
ഇങ്ങോട്ട് വന്നേ, നമുക്കവിടെ പോയി സംസാരിക്കുക. അങ്ങനെ അച്ഛനെ പോയി അവർ പിടിച്ച് മാറ്റിയിട്ട് പറയാം, അച്ഛ അവരെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പോയത്. പിന്നെ അച്ഛൻ എന്തിനാ അവരുടെ ഇടയിൽ കയറിപ്പോയത്? ഓ പിന്നെ വീട്ടിൽ ഇരുന്നാൽ പോലും പരസ്പരം മിണ്ടാത്തവരാ ഇപ്പം ഇവിടെ. എന്തായാലും ഞാൻ പോയേക്കാം എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഈ സമയത്ത് സുധീഷ് നിധിയെയും കൊണ്ട് ഒരിടത്ത് പോയിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു യൂട്യൂബ് ചാനലുകാർ ഇവരുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നീലക്കുറിഞ്ഞി. അതിപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ആ കാര്യമൊക്കെ നിധിയോട് പറയാട്ടോ. പറഞ്ഞിട്ട് അങ്ങ് ചിരിക്കുന്നുണ്ട് കമൻസൊക്കെ വായിച്ചിട്ട്. അപ്പോൾ കമൻസിൽ പലരും പറയുന്നുണ്ട് നല്ല ബെസ്റ്റ് കപ്പിൾസാണ്, സുധീഷ് മിടുക്കനാണെന്നൊക്കെ. അതൊക്കെ സുധീഷ് വായിച്ച് കേൾപ്പിക്കുകയാണ്. നിധി പറയാ, ഓ അവർക്കറിയില്ലല്ലോ നമ്മൾ ഭാര്യയും ഭർത്താവൊന്നും അല്ലെന്ന് എന്ന്. അപ്പം സുധീഷിൻ്റെ മുഖം പെട്ടെന്നങ്ങ് വാടി. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഭാസ്കരൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. കുറേ ബിയർ കുപ്പിയൊക്കെ കിടക്കണം, അതെല്ലാം വലിച്ചങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ അയാൾ. ഒരാൾ വന്ന് ചോദിക്കണം, എൻ്റെ കയ്യിൽ ഇതുപോലെ ബ്രാൻഡി ഉണ്ട്, പൈസ തന്നാൽ തരാമെന്ന് പറയാം. ഇത് കണ്ടാൽ പിന്നെ ഭാസ്കരൻ വീഴാതിരിക്കുമോ? 200 രൂപ പറയാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 150 ഉള്ളൂ, തരാൻ പറ്റുമോ? ആ തരാം. അങ്ങനെ 150 രൂപ വാങ്ങിച്ച് അയാൾ ആ കുപ്പി കൊടുത്തിട്ട് പോവാട്ടോ. ഒരു സെക്കൻഡ് കഴിഞ്ഞില്ല, പോലീസ് അവിടെ എത്തി ഭാസ്കരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് കേട്ടോ. ഇതാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്